വിശദമായ വാർത്തയിലേക്ക്. ഓഫർ തട്ടിപ്പ് കേസിൽ സൈട്രസ് ചെയർമാൻ ആനന്ദ്കുമാർ കസ്റ്റഡിയിൽ. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് നടപടി. ദേഹാസ്വാസ്ഥ്യവുമായി ആനന്ദ്കുമാറിനെ ആശുപത്രിയിലേക്ക് മാറ്റി. കേസിൽ രണ്ടാം പ്രതിയായ ആനന്ദ്കുമാർ 1 മാസത്തോളമായി ഒളിവിലായിരുന്നു. 2.5 കോടി വാങ്ങിയത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്കല്ലെന്നും സൈട്രസ്റ്റിനുള്ള പണമാണ് തന്റെ അക്കൗണ്ടിൽ എത്തിയതെന്നും ജാമ്യഹർജിയിൽ ആനന്ദ്കുമാർ പറഞ്ഞു. ഗോപാൽ ഷീല സനൽ ചേരുന്നുണ്ട്. ഗോപാൽ, എന്തായിരുന്നു ജാമ്യഹർജിയിൽ ഉണ്ടായിരുന്നത്? നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്ന ആനന്ദ്കുമാറിന്റെ ആരോഗ്യാവസ്ഥ എന്താണ്? അന്വേഷണത്തിന്റെ മറ്റ് വിശദാംശങ്ങൾ. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്നാണ് ഏകദേശം 1 മണിക്കൂർ മുമ്പ് ആനന്ദ്കുമാറിനെ തിരുവനന്തപുരം പട്ടത്തുള്ള കോസ്മോപൊളിറ്റൻ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഞാൻ ആശുപത്രിയിലാണ് ഉള്ളത്. നമുക്കറിയാവുന്നതാണ്, ആനന്ദ്കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 12ഓളം കേസുകളിൽ അദ്ദേഹത്തിൻ്റെ ഈ തട്ടിപ്പ് കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ FIR ഉണ്ട്. അതിനാൽ തന്നെ അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിരുന്നു. ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി ആ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. ഇന്ന് ഈ നടപടി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. അദ്ദേഹം വീട്ടിലുണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ പോലീസ് ഉറപ്പുവരുത്തിയിരുന്നു. തുടർന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിലെടുത്ത സമയത്താണ് ഇത്തരത്തിൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ട് എന്ന് അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയിൽ ഉണ്ടായിരുന്നതിനാൽ തന്നെയും ഈ മെട്രോപൊളിറ്റൻ ആശുപത്രിയിൽ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം അഡ്മിറ്റ് ആയിരുന്നതിനാലും ഒക്കെ തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിക്കാം എന്ന തീരുമാനത്തിലേക്ക് പോലീസ് ക്രൈംബ്രാഞ്ച് സംഘം എത്തുകയായിരുന്നു. കഴിഞ്ഞ ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കോടതിയെ അറിയിച്ചത് താൻ ഇത്തരത്തിൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടോ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കോ വേണ്ടിയിട്ടല്ല പണം കൈപ്പറ്റിയത് എന്നും ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്കാണ് പണം വന്നത്, അതിൽ തനിക്ക് പ്രത്യേകിച്ച് യാതൊരു പങ്കുമില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട എല്ലാ കുറ്റങ്ങളും ചെയ്തിരിക്കുന്നത് 1-ാം പ്രതിയായുള്ള അനന്തു കൃഷ്ണനാണ്. തനിക്ക് ഇതിൽ യാതൊരു റോളുമില്ല എന്ന് അദ്ദേഹം പലകുറി ആവർത്തിക്കുകയുണ്ടായി. എന്നാലും പോലീസിന്റെ ഭാഷ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഷ പ്രകാരം കൃത്യമായ ആനന്ദ്കുമാറിന്റെ അറിവോടെ തന്നെയാണ് ഈ തട്ടിപ്പുകളെല്ലാം നടന്നത്. അദ്ദേഹം ആ ബോധ്യത്തിൽ തന്നെയാണ് ഈ നടപടികളെല്ലാം തന്നെ ചെയ്തത് എന്നും ഈ പോലീസിന്റെ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. കഴിഞ്ഞ 1 മാസത്തിലധികമായി ഏകദേശം 2 മാസത്തോളമായി ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കോടതിയിൽ പുരോഗമിച്ചു വരികയായിരുന്നു. എന്നാൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനുണ്ടായ കാലതാമസവും അതിനോടൊപ്പം തന്നെ 5 തവണ ഈ കേസ് മാറ്റിവെച്ചതിനാലും ഒക്കെ അദ്ദേഹം താൽക്കാലികമായി ഈ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ ഇന്ന് ഇത്തരത്തിൽ അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്ത് എറണാകുളത്തേക്ക് കൊണ്ടുപോകാനായിരുന്നു ആദ്യത്തെ തീരുമാനം. കാരണം അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകളുണ്ട്. അപ്പോൾ എറണാകുളത്തുള്ള ഒരു കേസിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് അവിടെ കൊണ്ടുപോയി അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്യുക എന്നതായിരുന്നു നടപടിയായി തീരുമാനിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് കണ്ണൂർ സീഡ് സൊസൈറ്റിയുടെ ഭാരവാഹിയെ മോഹനൻ നൽകിയ 2 കേസുകളിലാണ് അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. 3 കോടിയോളം രൂപ തട്ടിച്ചു എന്ന കേസിലാണ് അദ്ദേഹം 2-ാം പ്രതിയായി FIR രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴും അദ്ദേഹം ആശുപത്രിയിൽ തുടരുകയാണ്. ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് എന്നത് ഡോക്ടർമാരുടെ അടക്കം ഒരു അറിയിപ്പ് ലഭിച്ചതിന് ശേഷമേ ഇവിടെ നിന്ന് അദ്ദേഹത്തെ മാറ്റുന്ന തരത്തിലേക്കുള്ള തീരുമാനത്തിലേക്ക് പോവുകയുള്ളൂ. ഇപ്പോൾ അദ്ദേഹം ഒബ്സർവേഷനിലാണ്. എത്ര മണിക്കൂർ ഒബ്സർവേഷൻ വേണം, എന്താണ് അദ്ദേഹത്തിന്റെ നിലവിലെ സ്ഥിതി എന്ന കാര്യത്തിലേക്ക് ഡോക്ടർമാരുടെ ഒരു മറുപടി വരേണ്ടതായിട്ടുണ്ട്. ശരി ഗോപാൽ.